ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഡിക്ലെയർ ആൻഡ് ഇനിഷ്യലൈസ് എ സിംഗിൾ ഡയമെൻഷൻ അറേ. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാം എന്നാണ്. ഫസ്റ്റ് മെത്തേഡ് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമാണ്. ഇൻഡ് AF5 ഓർ ഇൻഡ് AF5 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു അറേ ക്രിയേറ്റ് ആവും. 5 ഇന്റിജർ നമ്പേഴ്സ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ആവും. ബട്ട് എല്ലാം അൺഇനിഷ്യലൈസ്ഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാത്തിലും വാല്യൂസ് ഗാർബേജ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സാധാരണ പോലെ ഡിക്ലെയർ ചെയ്യുന്നു. അടുത്ത പാർഷ്യൽ ഡിക്ലറേഷൻ ഉണ്ട്. ഇൻഡ് AF5 നമ്മൾ കൊടുക്കുന്നു. അതിൽ ഇൻഡ് AF5 എന്ന് കൊടുക്കുന്നു. അതിൽ 1, 2 മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. 5 എലമെന്റ്സ് ഉണ്ടെങ്കിലും ആദ്യത്തെ 2 എലമെന്റ്സ് മാത്രം ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 നമ്പേഴ്സ് 1ഉം 2 ആയിരിക്കും. ബാക്കി എല്ലാ ലൊക്കേഷൻസും എന്തായിട്ട് സെറ്റ് ചെയ്യും, 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, തേർഡ് വൺ എന്നാണ് ഡിക്ലറേഷൻ വിത്ത് ഫുൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ 5 എലമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 5 എലമെന്റ്സ് ഞാൻ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ഞാൻ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻ വിത്ത് ഇംപ്ലിസിറ്റ് സൈസ് എന്ന് പറയുന്നത് സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട. ഇതിന്റെ AF എന്ന് കൊടുത്തിട്ട് ഞാൻ എത്ര നമ്പേഴ്സിനാണോ വാല്യൂസ് കൊടുത്തേക്കുന്നത് അത്രയും നമ്പേഴ്സിന്റെ സൈസ് എത്ര ആണോ, ഇവിടെയാണ് 5 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എത്ര ഐഡന്റിഫൈ ചെയ്തോളും, 5 എന്നുള്ള കൗണ്ട് ഐഡന്റിഫൈ ചെയ്ത് അത്രയും സൈസ് ഉള്ള ഒരു അറേ അവിടെ ഡിക്ലെയർ ചെയ്തോളും. ഓക്കെ, അപ്പൊ ഈ ഒരു നാല് മെത്തേഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി 3 മെത്തേഡാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്യാനും കൂടെ ചോദിച്ചേക്കുന്നുണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഫസ്റ്റ് മെത്തേഡിലൂടെ പറഞ്ഞേക്കുന്നത്. എനിവേ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ലാസ്റ്റ് 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി 3ക്കായിരിക്കും മാർക്ക് മിക്കവാറും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. How can a list of string to be stored within a two-dimensional array? How can an individual string be processed? What library functions are available to simplify string process? Okay, ഇതും 3 ഏരിയ ഉണ്ട് അതിനല്ലേ. ഒരു സ്ട്രിങ് എങ്ങനെ 2-dimensional arrayയിൽ സേവ് ചെയ്യാം, ഇൻഡിവിജ്വൽ സ്ട്രിങ് എങ്ങനെ ആക്സസ് ചെയ്യാം, തേർഡ് വൺ ലൈബ്രറി ഫങ്ഷൻസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്യാർ സ്ട്രിങ് 520 എന്ന് പറഞ്ഞാൽ 2-dimensional ആണ്. എത്ര സ്ട്രിങ്സ് വരെ നമുക്ക് സേവ് ചെയ്യാം, 5 സ്ട്രിങ്സ് വരെ സേവ് ചെയ്യാം. ഓരോ സ്ട്രിങ്ങിന്റെ ലെങ്ത് മാക്സിമം എത്ര ആയിരിക്കും, 20 ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അതിൽ 20 എന്ന് പറയാൻ പറ്റത്തില്ല, 19 ക്യാരക്ടേഴ്സേ കാണത്തുള്ളൂ. ലാസ്റ്റ് ക്യാരക്ടർ എന്തിനു വേണ്ടി റിസർവ്ഡ് ആയിരിക്കും, /0ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കും. സോ 19 ക്യാരക്ടേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. ലാസ്റ്റ് ക്യാരക്ടർ /0 ആയിരിക്കും. ഓക്കെ, അത് മാറ്റർ ചെയ്യുന്നില്ല, ഏകദേശം ഒരു 20 ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ള ഒരു ഐഡിയ മതി നിങ്ങൾക്ക്. ഇങ്ങനെ നമുക്ക് ഒരു സ്ട്രിങ് കോമ അടുത്ത സ്ട്രിങ് കോമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, ഈ ഓരോ സ്ട്രിങ്ങിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, ഇവിടെ 5 സ്ട്രിങ് അല്ല ഞാൻ കൊടുത്തേക്കുന്നത്. സോ നോർമൽ ഫോർ ലൂപ്പ് എഴുതുക, ഫോർ i = 0, i less than n++, n പകരം ഇവിടെ ആയിരിക്കും 5. then print of percentages string of i എന്ന് പറഞ്ഞാൽ മതി. സോ string of 0 എന്ന് പറയുമ്പോൾ ഹൈ പ്രിന്റ് ചെയ്യും, string of 1 എന്ന് പറയുമ്പോൾ ഹലോ പ്രിന്റ് ചെയ്യും. അങ്ങനെ ഓരോരോ കണ്ടന്റുകൾ പ്രിന്റ് ചെയ്തോളും. ഓക്കെ, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞത് ഏതൊക്കെ ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള എല്ലാ ലൈബ്രറി ഫങ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. strlen, strcpy, strcat ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ അത് 2-3 ലിസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഫ്ത്ത് വൺ പറഞ്ഞേക്കുന്നത് ഇതാണ്. സപ്പോസ് ഫങ്ഷൻ f1 calls f2 within a C program. Does the order of the function definition make any difference? Explain. അതായത് f1 എന്നൊരു ഫംഗ്ഷനും ഉണ്ട്, f2 എന്നൊരു ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, ഇത് f1 ആണ് f2നെ കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, f1 f2നെ കോൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ എഴുതുന്നതിനകത്ത് ഓർഡറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യമേ f1 ആണ് നമ്മൾ f1 എന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ കാണുന്നത്, അതിനകത്താണ് നമ്മൾ f2നെ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുമല്ലോ പ്രോഗ്രാമിന്റെ കോഡ് ഏകദേശം. അങ്ങനെയാണെങ്കിൽ f2നെ ഞാൻ ഡിഫൈൻ ചെയ്തത് ഇനിയാണെന്നിരിക്കട്ടെ. f2 എന്താണെന്നുള്ള കാര്യം ഞാൻ ഇനി പറഞ്ഞു കൊടുക്കുകയാണെങ്കിലുള്ള കുഴപ്പം എന്തായിരിക്കും, ഇങ്ങനെ പ്രോഗ്രാം ഇവിടുന്ന് റീഡ് ചെയ്ത് വരുമ്പം f1 കാണുന്ന സമയത്ത് f2 എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇതിനെ അറിയുമോ? ഇല്ലല്ലോ. സോ f2 എപ്പോഴും എന്തായിരിക്കണം, f1ന് മുമ്പ് ഡിഫൈൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. റീസൺ മനസ്സിലായല്ലോ. f1നെ f2നെ വിളിക്കണമെങ്കിൽ f1 എന്ന ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം, f2 എന്നൊരു ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ. ഓക്കെ,